30 വർഷം എന്നെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ചവരെയൊക്കെ അകാലത്തിൽ വിട്ടുപിരിഞ്ഞ ഫോറൻസിക് മെഡിസിൻ പ്രൊഫസറും പോലീസ് സർജനും കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുമായിരുന്ന പ്രൊഫസർ ജോർജ് പോളിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ അഗ്നിലിബന്ധനായി ഞാൻ ഈ രചന സമർപ്പിക്കുന്നു. നാം മനുഷ്യർ കായേൻ്റെ വഴികളിലൂടെ കായേൻ സഹോദരനായ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. വയലിലായിരുന്നപ്പോൾ കായൻ സഹോദരനായ ആബേലിനോട് കയർത്ത് അയാളെ കൊന്നു. പിന്നീട് കർത്താവ് കായനോട് ചോദിച്ചു, നിന്റെ സഹോദരനായ ആബേൽ എവിടെ? കായൻ മറുപടി പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എൻ്റെ സഹോദരനെ സൂക്ഷിപ്പാരനോ? കർത്താവ് അരുൾ ചെയ്തു, നീ ചെയ്തത് എന്താണ്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം സ്വീകരിക്കാൻ വായ പിളർന്ന് ഭൂമിയിൽ നിന്ന് നീ പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. ഇനി നീ കൃഷി ഇറക്കിയാൽ നിലം നിനക്ക് വിള നൽകുകയില്ല. നീ നിത്യവുമായി ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നവനാകും. കായൻ കർത്താവിനോട് പറഞ്ഞു, ഈ ശിക്ഷ എനിക്ക് വഹിക്കാനാവാത്ത വിധം ഭാരിച്ചതാണ്. ഇതാ, ഇങ്ങ് ഈ മണ്ണിൽ നിന്ന് എന്നെ ആട്ടിപ്പായിച്ചിരിക്കുന്നു. അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ ഇനി ഒളിച്ചു കഴിയേണ്ടി വരും. ഞാൻ ഭൂമിയിൽ അഭയമില്ലാത്തവനും അലഞ്ഞു തിരിയുന്നവനുമാകും. ആര് കണ്ടാലും എന്നെ കൊന്നുകളയും. ബൈബിൾ പഴയ നിയമം ഉൽപ്പത്തി 4:8.14 കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. തുടക്കം. കാലം 1969 മെയ് മാസത്തിൻ്റെ അവസാനത്തിലെ ഒരു ദിനം. സമയം രാത്രി. സ്ഥലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജന്മാരുടെ ക്വാർട്ടേഴ്സിലെ കോമൺ ഹാൾ. മെസ്സിൽ നിന്ന് മടങ്ങിവന്ന് ഉറങ്ങാൻ പോകുന്നത് വരെ നീളുന്ന സൗഹൃദ ചർച്ചയിൽ അന്നത്തെ വിഷയം അല്പം ഗൗരവമുള്ളതായിരുന്നു. ക്വാർട്ടേഴ്സിലെ നോട്ടീസ് ബോർഡിൽ അന്ന് പ്രിൻസിപ്പാലിൻ്റെ ഒരു അറിയിപ്പ് പതിച്ചിരുന്നു. മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പുകളിൽ ട്യൂട്ടർ തസ്തികകളിലേക്ക് നിയമനത്തിനായി ഹൗസ് സർജൻസി പൂർത്തിയാക്കിയവരിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ചിരിക്കുകയാണ്. അതേപ്പറ്റിയായിരുന്നു ഞാനും സുഹൃത്തുക്കളും ചർച്ച ചെയ്തിരുന്നത്. എൻ്റെ സുഹൃത്തുക്കളിൽ പലരും മുമ്പേ തന്നെ ഭാവി ജീവിതത്തിൻ്റെ രൂപരേഖകൾ തീർച്ചപ്പെടുത്തിയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളില്ലായിരുന്നുവെങ്കിലും അധ്യാപനത്തിനോട് എനിക്ക് ആഭിമുഖ്യം തോന്നിയിരുന്നു. എന്തുകൊണ്ടോ ചികിത്സാ രംഗത്തിനോട് അകാരണമായ ഒരു വിപ്രതിപത്തി ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പുകളിൽ അധ്യാപനം മാത്രമുള്ളവ നോൺ ക്ലിനിക്കൽ വിഭാഗങ്ങളെന്നും ചികിത്സയും അധ്യാപനവും കൂടിയുള്ളവ ക്ലിനിക്കൽ വിഭാഗങ്ങളെന്നും വേർതിരിച്ചറിയപ്പെടുന്നു. അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഫാർമക്കോളജി, പാത്തോളജി, മൈക്രോബയോളജി, ഫോറൻസിക് മെഡിസിൻ എന്നിവ അധ്യാപനം മാത്രമുള്ള വിഭാഗങ്ങളാണ്. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, പീഡിയാട്രിക്സ് എന്നിവ ക്ലിനിക്കൽ വിഭാഗങ്ങളും. മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ ചില അധ്യാപകരുടെ പഠിപ്പിക്കുന്നതിനുള്ള വൈഭവം എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അതിലൊരാൾ ഫോറൻസിക് മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ കന്ദസ്വാമി ആയിരുന്നു. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനകാലം 4.5 വർഷമാണ്. പിന്നീട് 1 വർഷത്തെ ഹൗസ് സർജൻസിയും ഓരോ വർഷവും യൂണിവേഴ്സിറ്റി പരീക്ഷ എന്ന കടമ്പയും കടക്കണം. 3-ാം വർഷ പരീക്ഷ കഴിയുമ്പോഴാണ് ഫോറൻസിക് മെഡിസിൻ എന്ന വിഷയം പഠിക്കാൻ തുടങ്ങുന്നത്. ഞാൻ 4-ാം വർഷത്തെ പഠനം തുടങ്ങുമ്പോൾ ഫോറൻസിക് മെഡിസിനിൽ പ്രൊഫസർ ഉണ്ടായിരുന്നില്ല. അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ഗുഹാരാജ് ആയിരുന്നു വകുപ്പിൻ്റെ തലവൻ. അദ്ദേഹത്തിൻ്റെ പത്നി ആയിഷ ഗുഹാരാജ് പ്രിവൻറ്റീവ് മെഡിസിൻ വിഭാഗത്തിലെ അധ്യാപികയും. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റി. അവിടെ നിന്ന് ഡോക്ടർ കന്ദസ്വാമിയെ പ്രൊഫസറായി പ്രൊമോട്ട് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് നിയമിച്ചു. ഫോറൻസിക് മെഡിസിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിച്ച പ്രൊഫസർ ഗുഹാരാജ് സാറിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ എനിക്ക് ഔദ്യോഗിക ജീവിതത്തിൽ എന്നും ലഭിച്ചിരുന്നു. ആയിഷ മാഡം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറായി കോഴിക്കോട് നിന്നും സർവീസിൽ നിന്നും വിരമിച്ചു. സ്നേഹനിധികളായ ഈ ദമ്പതികൾ ഇപ്പോൾ കോഴിക്കോട് വിശ്രമ ജീവിതം നയിക്കുന്നു. ഡോക്ടർ കന്ദസ്വാമി പ്രൊഫസറായതിനു ശേഷം ഫോറൻസിക് മെഡിസിൻ പഠനം സജീവമായി. അദ്ദേഹത്തിന് നർമ്മം നിറഞ്ഞ ക്ലാസുകൾ, വിദ്യാർത്ഥികളോടുള്ള സൗഹാർദ്ദപൂർണമായ സമീപനം എന്നിവ അദ്ദേഹത്തെ വിദ്യാർത്ഥികളുടെ പ്രിയങ്കരനായ അധ്യാപകനാക്കി. വളരെ താമസിക്കാതെ തന്നെ സർക്കാർ അദ്ദേഹത്തെ പോലീസ് സർജനായി നിയമിച്ചു. അന്ന് മദ്രാസി
മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ തലവന് മാത്രമായിരുന്നു പോലീസ് സർജൻ എന്ന പദവി ഉണ്ടായിരുന്നത്. കേരളത്തിലെ ആദ്യത്തെ പോലീസ് സർജനായ ഡോക്ടർ കന്ദസ്വാമിയുടെ പ്രസിദ്ധിയും പരിവേഷവും എന്നെ വളരെയധികം സ്വാധീനിച്ചു. കുറ്റാന്വേഷണങ്ങൾക്ക് വേണ്ടി വൈദ്യശാസ്ത്ര തത്വങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന മാർഗങ്ങളാണ് ഫോറൻസിക് മെഡിസിൻ എന്ന ശാസ്ത്രശാഖയുടെ പ്രതിപാദ്യം. ഫോറം എന്ന ലാറ്റിൻ വാക്കിനർത്ഥം കോടതി എന്നാണ്. ഫോറൻസ് എന്ന വാക്ക് വൈദ്യശാസ്ത്രത്തിലെ ഏത് ശാഖയോടും ചേർന്ന് നിൽക്കാം. ഫോറൻസിക് സൈക്യാട്രി എന്നാൽ മനോരോഗ ചികിത്സയിലെ തത്വങ്ങൾ കുറ്റാന്വേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ്. അതുപോലെ ഫോറൻസിക് റേഡിയോളജി, എക്സ്റേ, CT സ്കാൻ എന്നീ സങ്കേതങ്ങളെ കുറ്റാന്വേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായമാണ്. പറഞ്ഞു വന്നത് ഡോക്ടർ കന്ദസ്വാമിയുടെ അധ്യാപന വൈഭവത്തെക്കുറിച്ചാണല്ലോ. ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഈ ശാസ്ത്രശാഖയുടെ അനന്ത വിസ്തൃതമായ ലോകം അദ്ദേഹം തുറന്നു കാട്ടി. മൃതദേഹ പരിശോധന നടത്തുമ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികളെ കൂടെ കൂട്ടുമായിരുന്നു. അസാധാരണമായ മരണങ്ങളിൽ മൃതശരീരങ്ങളിൽ നിന്നും തെളിവുകൾ ചിരിഞ്ഞെടുക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ വൈഭവം അനന്യസാധാരണമായിരുന്നു. ഡെഡ് മാൻ ടെൽ ടെയിൽസ്, യു ഹാവ് ടു ലിസൺ കെയർഫുള്ളി ടു ദോസ് ടെയിൽസ് എന്ന് അദ്ദേഹം ഞങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു. മെഡിക്കൽ ഡിറ്റക്റ്റീവ് എന്ന് അദ്ദേഹത്തെ ഞങ്ങൾ വിശേഷിപ്പിച്ചിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഞങ്ങളെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ കൊണ്ടുപോയി. പ്രമാദമായ ഒരു കേസിൽ അദ്ദേഹത്തെ വിസ്തരിക്കുന്നത് കാണിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ഒരു ഡോക്ടർ കോടതിയിൽ വിദഗ്ധൻ എന്ന നിലയിൽ മെഡിക്കോ ലീഗൽ കാര്യങ്ങളിൽ എപ്രകാരമാണ് മൊഴി നൽകേണ്ടത് എന്നതിൻ്റെ പ്രായോഗിക പരിശീലനം കൂടിയായിരുന്നു അത്. കോടതിയിലെ പെരുമാറ്റച്ചട്ടങ്ങളും മൊഴി രേഖപ്പെടുത്തുക രീതിയും സ്റ്റാൻലി ഗാർഡനറുടെ പേരിൽ മൊഴി രേഖപ്പെടുത്തുന്ന രീതിയും സ്റ്റാൻലി ഗാർഡനറുടെ പെരി മേസൺ കഥകളിൽ മാത്രം വായിച്ചറിഞ്ഞിരുന്ന എനിക്ക് കന്ദസ്വാമി സാറിൻ്റെ കോടതിയിലെ പ്രകടനം വിലയേറിയ അനുഭവമായിരുന്നു. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ റീജിയണൽ മാനേജറായിരുന്ന ശിവാജി കുറുപ്പിനെ തിരുവനന്തപുരത്തുള്ള ഒരു വനിതാ ഹോസ്റ്റലിലെ ഉടമ അയാളുടെ വീട്ടുമുറ്റത്ത് വെച്ച് കുത്തിക്കൊന്നു. ബന്ധുവായ യുവതിയെ കാണാൻ ചെന്ന ശിവാജിയും ഹോസ്റ്റൽ ഉടമയുമായി ഉണ്ടായ വാക്കുതർക്കം പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. ശിവജിയുടെ പോസ്റ്റ്മോർട്ടം പരിശോധന ഞാൻ കണ്ടിരുന്നു. നെഞ്ചിലേറ്റ കത്തിമുറിവായിരുന്നു മരണകാരണം. സർക്കാർ വക്കീൽ ശ്രീ ശങ്കരയ്യരും പ്രതിഭാവം വക്കീൽ പ്രഗത്ഭനായ ശ്രീ പിരപ്പൻകോട് ശ്രീധരൻ നായരുമായിരുന്നു. ഡോക്ടർ കന്ദസ്വാമിയുടെ വിദഗ്ധാഭിപ്രായങ്ങളെ ഖണ്ഡിക്കുവാൻ പിരപ്പൻകോടിൻ്റെ, അദ്ദേഹത്തെ അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്, ക്രോസ് വിസ്താരത്തിന് കഴിഞ്ഞില്ല. കന്ദസ്വാമിയുടെ വാഗ്വിലാസം പിറ്റേന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കേസ് കേൾക്കുവാനുള്ള ആഗ്രഹത്തിൽ ഞാൻ പിറ്റേ ദിവസവും ക്ലാസ് കട്ട് ചെയ്ത് കോടതിയിൽ പോയി. അധ്യാപകനാകണം എന്ന് ആഗ്രഹിച്ച് എനിക്ക് ഏത് ശാഖ തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. പിറ്റേ ദിവസം പ്രിൻസിപ്പാലിന് അപേക്ഷ നൽകുന്നതിന് മുൻപായി ഞാൻ വീട്ടിൽ പോയി എൻ്റെ ആഗ്രഹം അച്ഛനെ അറിയിച്ചു. എൻ്റെ പിതാവ് പ്രൊഫസർ ബാലരാമ പണിക്കർ തിരുവനന്തപുരം സംസ്കൃത കോളേജിലെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തതിനു ശേഷം യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ പ്രൊഫസറായി ജോലി നോക്കുകയായിരുന്നു. തിരുവനന്തപുരത്തെ ഇൻ്റർമീഡിയറ്റ് കോളേജിൽ നിന്നും പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷ നല്ല മാർക്കോടുകൂടി പാസ്സായെങ്കിലും 16 വയസ്സ് തികയാതിരുന്നതിനാൽ തിരുവനന്തപുരം ഇൻ്റർമീഡിയറ്റ് കോളേജിൽ നിന്നും പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷ നല്ല മാർക്കോടുകൂടി പാസ്സായിരുന്നെങ്കിലും 16 വയസ്സ് തികയാതിരുന്നതിനാൽ ആ വർഷം മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചില്ല. ഞാൻ സംസ്കൃത കോളേജിൽ ചേരണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. എങ്കിലും അടുത്ത വർഷം മെഡിക്കൽ കോളേജിൽ ചേരുന്നതിന് അച്ഛൻ എതിരൊന്നും പറഞ്ഞില്ല. അതുപോലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിൽ ജോലിക്ക് പ്രവേശിക്കുന്നതിനും അച്ഛൻ തടസ്സമൊന്നും പറഞ്ഞില്ല. അന്ന് മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായിരുന്ന പ്രഗത്ഭനായ പ്രൊഫസർ M. തങ്കവേലു ആയിരുന്നു. ആ മഹാൻ ഈയിടെ ദിവംഗതനായി. സംസ്കൃത കോളേജ് പ്രിൻസിപ്പലായിരുന്നപ്പോൾ മുതൽ അച്ഛന് ഡോക്ടർ തങ്കവേലുവുമായി ഗാഢമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. തങ്കവേലു സാറിനോട് അച്ഛൻ എൻ്റെ ആഗ്രഹത്തെപ്പറ്റി അറിയിച്ചപ്പോൾ അദ്ദേഹം പച്ചക്കൊടി കാട്ടിയതിനാൽ അച്ഛന് സമ്മതം മൂളാതിരിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു നിബന്ധന മാത്രം അച്ഛൻ മുന്നോട്ട് വച്ചു. ഞാൻ ദിവസവും ഏതാനും രോഗികൾക്ക് സൗജന്യമായി വൈദ്യപരിശോധന നടത്തണം. അത് ഞാൻ അന്നു മുതൽ മുടങ്ങാതെ ചെയ്യുമായിരുന്നു. അങ്ങനെ 1969 ജൂൺ 29-ാം തീയതി 23-ാം വയസ്സിൽ ഞാൻ പഠിച്ച മെഡിക്കൽ കോളേജിൽ തന്നെ അധ്യാപകനായി ചേർന്നു. 23-ാം വയസ്സിൽ എൻ്റെ മാതൃവിദ്യാലയമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഏതാനും വരികൾ എഴുതട്ടെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ രാജ്യത്ത് 22 മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്.
സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ കോളേജുകളിൽ ചേരണമായിരുന്നു. ഇതിന് ധാരാളം പണം ആവശ്യമായിരുന്നതിനാൽ സാധാരണക്കാർക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം നേടുക എന്നത് അപ്രാപ്യമായിരുന്നു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നിട്ട് കൂടി ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുവാനുള്ള തീരുമാനമെടുത്തത് ആദ്യത്തെ ജനകീയ മന്ത്രിസഭയും അതിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പട്ടം താണുപിള്ളയുമായിരുന്നു. അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീ സി കേശവനും വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ടി എം വർഗീസുമായിരുന്നു. ദേശസ്നേഹികളായ ഈ ത്രിമൂർത്തികളാണ് കേരളത്തിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജിൻ്റെ ബീജാവാപം നടത്തിയത്. ആരോഗ്യരംഗത്തെ പ്രശസ്തനായ ഡോക്ടർ CO കരുണാകരൻ്റെ മേൽനോട്ടത്തിൽ കമ്മിറ്റിയായിരുന്നു മെഡിക്കൽ കോളേജിൻ്റെ രൂപരേഖ തയ്യാറാക്കിയത്. കമ്മിറ്റിയിലെ മറ്റൊരംഗം പ്രശസ്ത ശസ്ത്രക്രിയാ വിദഗ്ധനായിരുന്ന ഡോക്ടർ R കേശവൻ ആയിരുന്നു. ഇരുവരും കൂടി ഇന്ത്യയിലെ പ്രശസ്തങ്ങളായ നിരവധി മെഡിക്കൽ കോളേജുകൾ സന്ദർശിച്ച് മെഡിക്കൽ കോളേജിൻ്റെ രൂപരേഖ തയ്യാറാക്കി. കനേഡിയൻ ആർക്കിടെക്ചറായ റിച്ചിയെ കൊണ്ട് പ്ലാൻ തയ്യാറാക്കി. എന്തിനേറെ പറയുന്നു, കർമ്മകുശലനായ ഡോക്ടർ COയുടെയും ഡോക്ടർ കേശവൻ നായരുടെയും അശ്രാന്ത പരിശ്രമം കൊണ്ട് കേരളത്തിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് പിറവിയെടുത്തു. 1950 ജാനുവരി 26 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ശിലാസ്ഥാപനം രാജപ്രമുഖൻ ശ്രീ ചിത്തിര നെടുനാൾ മഹാരാജാവ് നിർവഹിച്ചു. തിരുവിതാംകൂർ രാജകുടുംബം കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ വികസനത്തിന് മഹത്തായ നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അകാലത്തിൽ നാടുനീങ്ങിയ അവിട്ടം തിരുനാൾ രാജകുമാരൻ്റെ സ്മരണയ്ക്കായി രാജകുടുംബം 1948 നിർമ്മിച്ച ആശുപത്രി ഇന്ന് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമാണ്. 16 മാസം കൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 1951 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം നടത്തി. ലളിതവും മനോഹരവുമായ വാസ്തുവിദ്യയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റേത്. തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളായ ഉള്ളൂരിൽ വിശാലമായ ക്യാമ്പസും ഉദ്യാനവുമൊക്കെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കോളേജിലെ പഠനകാലത്തിൻ്റെ മധുരസ്മരണകൾ ഇന്നും മായാതെ നിൽക്കുന്നു. ഇന്നും ആ ക്യാമ്പസിൻ്റെ സൗന്ദര്യമൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു. രജത ജൂബിലിയും സുവർണ ജൂബിലിയും ആഘോഷിച്ച ആ കലാലയം അന്താരാഷ്ട്ര പ്രശസ്തി നേടിയിട്ടുണ്ട്. 1976 കോളേജിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് 1000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയത്തിന് ശ്രീമതി ഇന്ദിരാഗാന്ധി തറക്കല്ലിട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പിതാവും ആദ്യത്തെ പ്രിൻസിപ്പാലുമായ ഡോക്ടർ CO കരുണാകരൻ്റെ ഓർമ്മയ്ക്കായി ഓഡിറ്റോറിയത്തിന് CO കരുണാകരൻ സ്മാരക രജത ജൂബിലി ഓഡിറ്റോറിയം എന്ന പേരിടണമെന്ന് തീരുമാനിച്ചു. നിർമ്മാണം പൂർത്തിയാക്കുവാൻ 20 ലക്ഷം രൂപ വേണ്ടി വന്നു. എന്നാൽ ഡോക്ടർ COയുടെ നാമം ഓഡിറ്റോറിയത്തിന് നൽകുന്നതിന് അന്നത്തെ സർക്കാർ സമ്മതം നൽകിയില്ല. വ്യക്തികളുടെ നാമം സ്ഥാപനങ്ങൾക്ക് നൽകുവാൻ പാടില്ല എന്നതായിരുന്നു സർക്കാർ തീരുമാനം. സമ്മതം ലഭിക്കുവാൻ വേണ്ടി അന്ന് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്ന ഞാൻ നടത്തിയ പോരാട്ടത്തിൻ്റെ കഥ വിസ്താരഭയം കൊണ്ട് എഴുതുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ഗുരുവായ ഡോക്ടർ PKR വാര്യരുടെ ശക്തമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം ഒടുവിൽ സർക്കാർ തീരുമാനം മാറ്റി. ഒന്നാമത്തെ MBBS ബാച്ചിൽ 60 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിച്ചത്. അവരെല്ലാം പിൽക്കാലത്ത് പ്രശസ്തരായ ഭിഷഗ്വരന്മാരായി തീർന്നു. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ MS വല്യത്താൻ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന പ്രൊഫസർ ബാലരാമൻ നായർ, മെഡിക്കൽ പ്രൊഫസർമാരായിരുന്ന KV കൃഷ്ണദാസ്, CK ഗോപി മുതലായ പ്രഗത്ഭന്മാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കടിഞ്ഞൂൽ പുത്രന്മാരാണ്. 13ാമത്തെ തലമുറക്കാരനാണ് ഞാനെന്ന് അഭിമാനപൂർവ്വം പറയട്ടെ. ഫോറൻസിക് വകുപ്പിലേക്ക് പ്രൊഫസർ കന്ദസ്വാമി സഹർഷം എന്നെ സ്വാഗതം ചെയ്തു. ഒരു മൂത്ത സഹോദരനെ പോലെയായിരുന്നു അദ്ദേഹം എന്നോട് പെരുമാറിയിരുന്നത്. മിക്ക ബിരുദധാരികളും ചേരാൻ മടിക്കുന്ന ഒരു വിദ്യാഭ്യാസ വിഭാഗമാണ് ഫോറൻസിക് മെഡിസിൻ. ഈ വകുപ്പിലാണെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് കൂടാതെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മെഡിക്കോ ലീഗൽ ജോലികൾ ചെയ്യുകയും കോടതിയിൽ ഹാജരായി മൊഴി നൽകുകയും ചെയ്യണം. അതിനാൽ ഈ വകുപ്പിൽ ചേരാൻ ആരും താല്പര്യം കാണിച്ചിരുന്നില്ല, പ്രത്യേകിച്ചും സ്ത്രീകൾ. ഇന്ന് ആ അവസ്ഥയൊക്കെ മാറി. ഇന്ന് ഫോറൻസിക് മെഡിസിനിൽ ഉന്നത ബിരുദമുള്ള പ്രഗത്ഭരായ വനിതാ ഡോക്ടർമാർ ധാരാളം പേരുണ്ട്. ഡോക്ടർ കന്ദസ്വാമിയുടെ ശിഷ്യന്മാരായി ഞങ്ങൾ 4 ട്യൂട്ടർമാരാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും താൽക്കാലികമായി ജോലിക്ക് ചേർന്നവർ. അവരിൽ
ഞാനൊഴികെ മറ്റുള്ളവർ കുറേ മാസങ്ങൾക്ക് ശേഷം മറ്റു വകുപ്പുകളിലേക്ക് ചേക്കേറി. ഞാനും പ്രൊഫസറും മാത്രമായി. അതുകൊണ്ട് എനിക്ക് വലിയ പ്രയോജനങ്ങളുണ്ടായി. ധാരാളം ലെക്ചർ ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ, പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുവാനും ഒക്കെ അവസരം ലഭിച്ചു. പോസ്റ്റ്മോർട്ടം പരിശോധന എന്നത് സമഗ്രമായ ശരീര പരിശോധനയാണ്. ബാഹ്യമായിട്ട് കാണപ്പെടുന്ന മുറിവുകൾ, മരണാനന്തരം ശരീരത്തിൻ്റെ തൊലിയിലും പേശികളിലും ഇന്ദ്രിയങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവ വിശദമായി പരിശോധിക്കുമ്പോൾ തന്നെ മരണകാരണത്തെക്കുറിച്ച് ഏകദേശമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയും. പിന്നീട് ശരീരത്തിൻ്റെ മധ്യഭാഗത്തായ ഒരു മുറിവുണ്ടാക്കി ആന്തരിക അവയവങ്ങളെക്കുറിച്ച് വെളിയിലെടുത്ത് വിശദമായി പരിശോധിച്ച് അതിലെ മാറ്റങ്ങൾ പഠന വിധേയമാക്കുന്നു. ആമാശയവും കുടലും പരിശോധിച്ച് വിഷബാധയുടെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നു. ഹൃദയവും ശ്വാസകോശങ്ങളും തലച്ചോറും പരിശോധിച്ച് രോഗലക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കുന്നു. ഇതെല്ലാം കഴിയുമ്പോഴേക്കും മരണകാരണം വ്യക്തമാകും. ചിലപ്പോൾ സമ്പൂർണ്ണമായ കാരണം കണ്ടെത്താൻ അവയവങ്ങളുടെ രക്തത്തിൻ്റെയും രാസപരിശോധനയും മൈക്രോസ്കോപ്പിക് പരിശോധനയും വേണ്ടി വന്നേക്കാം. ആദ്യത്തെ ഒരു മാസം പോസ്റ്റ്മോർട്ടം പരിശോധന കണ്ടുപഠിക്കുക. അടുത്ത മാസം പ്രൊഫസറുടെ സഹായിയായി കൂടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുക. പിന്നീട് പ്രൊഫസറുടെ മേൽനോട്ടത്തിൽ സ്വയം ചെയ്യുക. ഇതായിരുന്നു ഡോക്ടർ കന്ദസ്വാമിയുടെ പരിശീലന മുറ. പ്രായോഗികമായ ഏത് തരം പരിശീലനവും ഇപ്രകാരം നടത്തിയാൽ മാത്രമേ സർവീസും പ്രാവീണ്യവും നേടാൻ കഴിയുകയുള്ളൂ. അപ്രകാരം ഞാൻ ഏത് തരം കേസുകളും കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് നേടി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കുന്നതിലും ഉണ്ടായിരുന്നു പരിശീലനം. സർട്ടിഫിക്കറ്റ് എഴുതുന്ന രീതിയും ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നതിനായുള്ള കഴിവും സ്വായത്തമാക്കിയത് പ്രൊഫസർ കന്ദസ്വാമിയുടെ ഉത്തമമായ ശിക്ഷണം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. സർക്കാരിലേക്കും കോളേജ് പ്രിൻസിപ്പാലിനുമൊക്കെ കത്തുകൾ തയ്യാറാക്കുമ്പോൾ പ്രൊഫസറുടെ സ്ക്രൈബായി വർത്തിച്ചതിലൂടെ ഔദ്യോഗിക കത്തിടപാടുകൾ നടത്തേണ്ട രീതിയും അഭ്യസിച്ചു. ഇത് പിൽക്കാലത്ത് വകുപ്പ് മേധാവിയും പ്രിൻസിപ്പലും മെഡിക്കൽ വിദ്യാഭ്യാസം ഡയറക്ടറുമൊക്കെ ആയപ്പോൾ വളരെയധികം പ്രയോജനപ്പെട്ടു. 70കളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആഴ്ചയിൽ 4-5 കേസുകൾ മാത്രമേ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി എത്തുകയുള്ളായിരുന്നുള്ളൂ. പലപ്പോഴും മൃതദേഹങ്ങൾ പോലീസ് സമീപത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ താലൂക്ക് ആശുപത്രിയിലേക്കോ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുമായിരുന്നു. എന്നാൽ ക്രമേണ ആ സ്ഥിതിക്ക് മാറ്റം വന്നു. ഫോറൻസിക് മെഡിസിൻ്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. സംശയകരമായ മരണങ്ങളിൽ മൃതശരീരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ച് വിദഗ്ധരായവരെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങി. പോലീസും ഇപ്രകാരം ചെയ്യുന്നതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങളുടെ വകുപ്പിൽ ജോലിത്തിരക്ക് കുറവാനും തുടങ്ങി. ജോലി പ്രവേശിച്ച് 3 മാസം ആയപ്പോഴേക്കും ഞാൻ പരസഹായം കൂടാതെ പോസ്റ്റ്മോർട്ടം പരിശോധനകൾ നടത്തുവാൻ തുടങ്ങി. ഇത്രയുമാണ് 1-ാമത്തെ അധ്യായം.